നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും ദുഃഖങ്ങളും അങ്ങനെ തുടങ്ങി നാം പറയാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളുമാണ് ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം നേടണമെന്നും ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാകണമെന്നും ആഗ്രഹിക്കാത്തവരായിട്ട് നമ്മുടെ ഇടയിൽ ആരും തന്നെയില്ല. സർവീശ്വരന്റെ അനുഗ്രഹപ്രകാരം ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് പോവുകയാണ്. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും കഷ്ടങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം മാറ്റിമറിക്കുവാനായിട്ട് സർവീശ്വരൻ നിങ്ങളെ സഹായിക്കും. അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചിത്രം ഏലസും രണ്ടാമത്തെ ചിത്രം ശംഖുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഒന്നുകൂടി പറയുകയാണ്, ഒന്നാമത്തെ ചിത്രം ഏലസും രണ്ടാമത്തെ ചിത്രം ശംഖുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം കണ്ണുകളടച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തീർത്തും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ ഏലസാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങളും കഷ്ടതകളും വേദനകളും ഒക്കെ സഹിച്ച് ഇന്നും വളരെയധികം കഷ്ടതയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത്, ഒരുപാട് കഷ്ടതകൾ ഉണ്ടായപ്പോഴും കടഭാരങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ആത്മാർത്ഥ ശക്തിയെ നിങ്ങൾ ഇന്ന് വരെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെയാണ്. ഒരുപാട് തിരിച്ചടികളാണ് ജീവിതത്തിൽ ലഭിക്കുന്നത്. പലപ്പോഴും ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന ചിന്ത വരെ നിങ്ങളുടെ മനസ്സിൽ കുടികൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, പലപ്പോഴും നിങ്ങളുടെ ജീവിതഘട്ടത്തിൽ പല ദുരിതങ്ങളും പ്രയാസങ്ങളും വന്നു പോയി എന്ന് കരുതി ജീവിതമാകെ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങളൊക്കെ മറന്നു കളയുക എന്നത് തീർത്തും അബദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജീവിതത്തെ കഷ്ടതയോടോ കടഭാരത്തോടോ പ്രയാസത്തോടോ കൂടെ കാണേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങൾക്ക് കടഭാരമുണ്ട്, കണ്ണുനീരുണ്ട്, രോഗദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എന്തൊക്കെ അവസ്ഥകളുണ്ടെങ്കിലും അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈശ്വര സഹായത്താൽ നല്ലൊരു ജീവിതം സൃഷ്ടിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. പല ആപത്ഘട്ടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച ആ ഒരു ദൈവീക ശക്തി, ആ ഒരു ദൈവീക വിശ്വാസമൊക്കെ നിങ്ങളെ അനുഗ്രഹിക്കും. പല ആപത്ഘട്ടങ്ങളിലും ഇന്നും നിങ്ങൾ പോയി ചാടുന്നുണ്ട്. ഒരല്പം എടുത്തുചാട്ട മനോഭാവക്കാരാണ്. പക്ഷെ ആരെയും വേദനിപ്പിക്കാനോ ആരെയും പ്രതിസന്ധിയിലാക്കുവാനോ ഒന്നും ഇഷ്ടപ്പെടാത്തവരാണ്. നിങ്ങളിലുള്ളത് എന്താണോ അതിൻ പ്രകാരം ജീവിക്കുവാനായിട്ട് വളരെ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ച് കടബാധിതരായി, മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ നാണക്കേട് അനുഭവിക്കേണ്ടി വന്നു. വ്യക്തികളെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ധാരാളം അപമാനങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി. ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിസന്ധിയുടെ വേദനയുടെ നിമിഷങ്ങളൊക്കെ എന്ന് പറയുന്നത്. എന്നാൽ തീർത്തും ഈ വേദനയുടെയും പ്രയാസത്തിൻ്റെയും നിമിഷങ്ങളൊക്കെ മാറിപ്പോകുവാനും ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുവാനും സർവേശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ ഒന്നാമത്തെ ചിത്രമായ ഏലസ് തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെയാണ് കടന്നു വരുവാനായിട്ട് പോകുന്നത്. ഇന്ന് നിങ്ങളെ താഴ്ത്തിയ എല്ലാ സംഭവങ്ങളും നാളെ നിങ്ങളെ ഉയർത്തുവാനായിട്ട് ഈശ്വരൻ ഇടവരുത്തും. ഒരു പ്രതിസന്ധിയിലും താഴ്ന്നു പോകാതെ, ഒരു വേദനയിലും തളർന്നു പോകാതെ ഈശ്വര അനുഗ്രഹത്താൽ ഒത്തിരി നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. തീർത്തും ഈശ്വര വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകണം. ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ ഉണ്ടാകണം. കഷ്ടതകളിൽ നിന്നും കണ്ണുനീരിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാവുക തന്നെ വേണം. ജീവിതത്തിൽ ഒത്തിരി നല്ല നിമിഷങ്ങളുണ്ട്, ഒത്തിരി മോശം നിമിഷങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ
വരുന്ന ഒരു 6 മാസത്തിനകം നിങ്ങളുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ മറികടന്ന് ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെക്കുറിച്ച് പറയുകയാണ്. രണ്ടാമത്തെ ചിത്രം നമുക്കെല്ലാവർക്കും അറിയാം, വളരെയധികം അനുഗ്രഹമുള്ള, പലരുടെയും വീട്ടിൽ അത്ഭുതങ്ങൾ, പലരുടെയും വീട്ടിൽ അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന ഒരു വസ്തു തന്നെയാകുന്നു ശംഖ്. ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികളെയും അതുപോലെ ദുഃഖനിമിഷങ്ങളെയും ഒക്കെ മാറ്റി നിർത്തുവാനായിട്ട് ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നിഷ്കളങ്കരായ വ്യക്തികളാണ്. സമൂഹത്തോടും മറ്റുള്ള വ്യക്തികളോടും എങ്ങനെ പെരുമാറണമെന്നും മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ എങ്ങനെ ജീവിക്കണമെന്നും ഒക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി ജീവിക്കുന്ന വ്യക്തികൾ. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഭാരങ്ങൾ എന്ന് പറയുന്നത് ഒരല്പം സമാധാനക്കുറവിൻ്റെ ഭാരങ്ങളാണ്. സന്തോഷിക്കുവാനായിട്ട് നിങ്ങൾക്ക് സമയം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ആ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ എപ്പോഴാണെന്ന് പോലും നിങ്ങൾക്ക് ഓർത്തെടുക്കുവാൻ കഴിയുന്നില്ല. അത്രത്തോളം സമാധാനമില്ലാത്ത ദുഃഖത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. മാനസികമായും ശാരീരികമായും ഒരുപാട് വെല്ലുവിളികൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ടവരെന്ന് നിങ്ങൾ കരുതുന്ന വ്യക്തികളൊക്കെ നിങ്ങളെ ചതിക്കുകയാണ്. മാനസികമായി ഒരുപാട് പ്രശ്നങ്ങളെ താണ്ടി ഇന്നും ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടോടുകൂടി ജീവിക്കുന്ന വ്യക്തികൾ, എവിടെ എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന അനുഭവങ്ങൾ, ഒരു ഭവനമില്ലാത്തതിൻ്റെ പേരിൽ, നല്ലൊരു ഉപജീവന മാർഗമില്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതരാകുന്ന വ്യക്തികൾ. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ തുറന്നു പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അപമാനമായി മാറുന്നു. നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ കഷ്ടതകളും ഒന്നുമല്ലാതായി മാറുന്നു. അത്രത്തോളം ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ സഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, ഒത്തിരി കടഭാരങ്ങളുണ്ട്, ഏറ്റവും വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കാത്ത അനുഭവങ്ങളുണ്ട്, നേറിപ്പുകയുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇതിലൊക്കെ സഞ്ചരിച്ച് ജീവിതത്തെ എങ്ങനെ നയിക്കണമെന്നറിയാതെ ഭാരപ്പെടുന്നവരാണ്. ഈശ്വര സമക്ഷം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഈശ്വരനാൽ നിങ്ങളുടെ അപേക്ഷകളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. ആ ഈശ്വരനിൽ നിന്നും ഏറ്റവും കൂടുതൽ ഒരു ഫലവത്തായ അനുഗ്രഹം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് യാതൊരു മാറ്റവുമില്ല. വരുന്ന 1 മാസത്തിനകം ജീവിതത്തിൽ ഒരു ഉയർച്ച സാധ്യമാകും. നിങ്ങളുടെ കഷ്ടതകളിൽ നിന്നോ കടഭാരങ്ങളിൽ നിന്നോ രോഗപ്രയാസങ്ങളിൽ നിന്നോ എന്തു തന്നെ ആവട്ടെ, നിങ്ങൾ എവിടെയൊക്കെയാണോ തകർന്നു പോയത് അവിടെ നിന്നൊക്കെ ഒരു ഉയർച്ച സാധ്യമാകും. ജീവിതത്തിൽ വമ്പിച്ചൊരു നേട്ടത്തിന് നിങ്ങൾ തയ്യാറെടുക്കുക. മാനസികമായും ശാരീരികമായും വളരെയധികം നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ രണ്ടാമത്തെ ചിത്രമായ ശംഖ് തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയാണ് കാത്തിരിക്കുന്നത്. ദുഃഖങ്ങളും കഷ്ടങ്ങളും എല്ലാം തന്നെ മാറിപ്പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടൂറി ഫലം ഇതാകുന്നു. ഈ 2 ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികളെയും മറ്റുള്ള വ്യക്തികളെയും ഒക്കെ ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.